ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും മാറി മാറി പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് ഇടാത്തത്. അപ്പോൾ രാവിലെ തന്നെ കട്ടിലൊക്കെ കുടഞ്ഞിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേ ആദ്യക്കുട്ടൻ്റെ വക ഭയങ്കര കളിയാണ് കേട്ടോ. എപ്പോൾ ഷീറ്റ് മാറ്റി കഴിഞ്ഞാൽ അവന് കുറച്ച് നേരം അതേ കയറി കിടന്ന് ഇങ്ങനെ കളിക്കണം കേട്ടോ, നമ്മളിട്ട് വറ്റം ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ നാളായി നമ്മൾ വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട്, പക്ഷേ നമുക്ക് വലിയ നല്ല വർഷമൊന്നും അല്ലായിരുന്നു കേട്ടോ. കൂടുതൽ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മൾ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഓക്കെ ആയത്. പിന്നെ രാത്രിയിൽ തന്നെ നമ്മൾ കിടക്കുന്നതിന് പിന്നെ മാക്സിമം ജോലികളെല്ലാം ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. രാവിലെ കാപ്പി ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് വിച്ചുവിന് രാവിലെ ഇഷ്ടം ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ മുട്ടക്കറിക്കുള്ള പരിപാടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തമ്പനിയിൽ കണ്ടപോലെ തന്നെ നമ്മളൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടപ്പോൾ ആർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലാണ്. വീട്ടിലോട്ട് എത്തുന്ന നമ്മുടെ ഫ്രണ്ടിലെ വഴിയിൽ തന്നെ ഇതുപോലൊരു കുളം ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ തുണി അലക്കാനും കുളിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ കുളത്തിലാണ് കേട്ടോ. നമ്മൾ പണ്ട് ഇതിനെ കുളം ഓലി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഓലിയിൽ വെള്ളമൊക്കെ വരുമ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് അലക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യക്കൂട്ടം അതിലൊക്കെ ചാടിയിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി എന്നാലും നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഒരു 9-10 വയസ്സ് വരെ ജീവിച്ച എൻ്റെ സ്വന്തം വീട്, ഞാൻ ജനിച്ച് വളർന്ന വീട് ഇതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യക്കൂട്ടന് ഓടി കളിക്കാനേ സമയമുള്ളൂ കേട്ടോ. കാരണം അവൻ ഓടി കളിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. പിന്നെ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. കാരണം അങ്ങ് മണ്ടയ്ക്ക് ഒരു വലിയ ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളമൊക്കെ അഴിച്ചു വിടുന്നത്. അപ്പോൾ വെള്ളം എപ്പോഴും പ്രശ്നമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു 90% നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഒരു 20-22 വർഷത്തോളമായിട്ട് നമ്മൾ ഫാമിലി ഇഷ്യൂസൊക്കെ കാരണം ഇവിടുന്ന് പിന്നെ നമ്മൾ വാടകയ്ക്ക് പോയി 22 വർഷത്തോളം നമ്മൾ വാടകയ്ക്ക് തന്നെ കേട്ടോ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ, ഒരു പോസിറ്റീവ് ഫീലാണ്. പിന്നെ ഇത് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കള്ളിമുൾ ചെടിയാണ് കേട്ടോ. ഇതിലിങ്ങനെ പേന കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കല്ലുകൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ടാറ്റു അടിച്ച പോലെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്നുള്ള പേര് എഴുതാണ്. പക്ഷേ എഴുതുമ്പോൾ സൂക്ഷിക്കണം, കാരണം കുഞ്ഞു മുള്ളുണ്ട് കേട്ടോ. അത് കുത്തി കയറി കഴിഞ്ഞാൽ അത് കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എഴുതിയത് അപ്പുറത്ത് ഉണങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്, മുള്ളുള്ളതുകൊണ്ട് ഞാൻ ആദ്യം എഴുതി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ മുള്ളു കൊള്ളാണ്ട് നോക്കണം, കാരണം കുഞ്ഞു മുള്ളാണ് കേട്ടോ, കാണാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മളിതേ വീട്ടിൽ നിന്ന് ഏകദേശം ഇറങ്ങുവാണ് കേട്ടോ. കുറച്ച് നേരമായി നമ്മൾ വന്നിട്ട്. അപ്പം ഏട്ടയ്ക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ കുറ്റം പറയുന്നതും എന്താ പറയുക വിമർശിക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ വീഡിയോസിലൂടെ കാര്യങ്ങളിലൂടെ ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാടൊന്നും പബ്ലിക് ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നാലാൾ അറിയുന്ന രീതിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം അന്നും ഇന്നും ഞങ്ങളുടെ മനസ്സിലൊരു ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും അമ്മേനെ നല്ലൊരു വീട്ടിൽ കിടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഏകദേശം ഒരു 80% ഞങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള കഷ്ടപ്പാടാണ് ഞങ്ങൾ ഇത്രയും നാളും ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നമ്മൾ തിന്നി മാറുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അച്ഛൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കുറച്ച് സാധനം വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എനിക്കുള്ളത് ഞാൻ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ കൈ നിറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് അടുക്കി വെച്ചേക്കാണ്ട് അവന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് മാത്രം അവൻ എടുക്കത്തുള്ളൂ. നമ്മളെടുത്ത ബാസ്ക്കറ്റിൽ അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവൻ മാറ്റി വെക്കട്ടെ. പിന്നെ പോണ വഴിക്ക് കളിപ്പാട്ടത്തിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്ക് അമ്മ കണ്ണ് പൊത്തിയിട്ടാണ് അവനെ കൊണ്ടുപോയത്. പക്ഷേ പോരുന്നതിന് മുന്നേ തന്നെ അവൻ ആ കളിപ്പാട്ടം ഇരിക്കുന്ന സെക്ഷൻസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാസത്തിൽ ഏറ്റവും കൂടുതലും സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങുന്ന മാസം അവസാനമാണ് കേട്ടോ. അപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ആദ്യക്ക് വേണ്ട സാധനങ്ങൾ, അതായത് പഴം, മുട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്ന് വാങ്ങും. ഇപ്പോൾ നമുക്ക് സാലറി ആണെങ്കിലും യൂട്യൂബ് പേയ്മെൻ്റ് ആണെങ്കിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത് എൻഡ് ആണ് കേട്ടോ കൂടുതലും പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിച്ചു പോകാൻ അത് തന്നെ ധാരാളം കേട്ടോ. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ടു കേട്ടോ. ആദ്യക്കുട്ടൻ്റെ കാര്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ കൂടെ വേണ്ട. അവനെ മാക്സിമം നമ്മൾ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പനിയും കാര്യങ്ങളൊന്നും വരാണ്ട് നമ്മൾ അതുപോലെ കെയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് പുതിയ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബുധനാഴ്ച ചന്ത ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഓഫറാണ്. ആരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ 3 പേരുടെ പോയതാണ്. 4 പേരുടെ പോയതാണ്. അപ്പോൾ കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. എന്തൊക്കെ പീനട്ട് ബട്ടർ, അതുപോലെ തന്നെ ജാം, അങ്ങനത്തെ ഉള്ള ഐറ്റംസിനൊക്കെ കുറേ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരുടെ നിക്കർ, പാൻറ്റ്, അങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാറ്റിനൊക്കെ 100 രൂപ താഴെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാറും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വേണ്ട നടന്നു പോകാൻ എക്സസൈസാന്ന് പറഞ്ഞിട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യക്കൂട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു പാക്കറ്റ് മിൽക്കി ബാറൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.